ഹായ് ഫ്രണ്ട്സ്, ആദീസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമിള് തോരനാണ്. മഷ്റൂം തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 200 ഗ്രാം മഷ്റൂം കഴുകി ചെറുതായി മുറിച്ച് ഉപ്പ് പുരട്ടി വെച്ചേക്കാണ്. കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചാൽ അതിലൊരു ഉപ്പ് പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് പല്ലായി പോകത്തുമില്ല. 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരപ്പിന് വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യമുണ്ട്. അപ്പോൾ കടുക് വറുത്ത് ആദ്യം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചേർക്കുന്ന കറിയായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് 2 ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ട്, ഈ സമയം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ കുമിളിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. എന്നാലും ഒരു ഉള്ളി മാത്രമുള്ള ഉപ്പ് ശകലം ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും ഈ പെരുംജീരകവും വെളുത്തുള്ളിയും ഇട്ടൊന്ന് ചതച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കുമ്പിൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ വെള്ളം ഇതിൽ ചേർക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. കുമ്പിളിൽ നിന്നും വെള്ളം ധാരാളം ഇറങ്ങും. അടച്ച് വെച്ച് ചെറു തീ വേണം വേവിക്കാൻ. 2 ടീസ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങനെ കൂട്ടി വെച്ച് അടച്ച് വെച്ച് നമുക്ക് ചെറു തീ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കത്തില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ കുമ്പിളിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. ചെറുതായിട്ട് അരിഞ്ഞേക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം എല്ലാം പറ്റി നല്ലപോലെ ഡ്രൈ ആയി വരണം. വെച്ചിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയി. നമുക്ക് നോക്കാം. വെള്ളം എല്ലാം പറ്റി നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു കുമ്പിളെടുത്ത് കഴിച്ച് നോക്കാം. അത്യാവശ്യം എന്തോന്നറിയാം. കുമ്പിൾ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഇതിൻ്റെ പുറത്തേക്ക് ഞാനൊരു 1 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുകയാണ്. നിങ്ങളുടെ കരിയാപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം.
തീ ഓഫ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് ശേഷം സെർവ് ചെയ്യാം. നമ്മുടെ നാടൻ രീതിയിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ കുമ്പിള് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റുകളായി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കായി ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. ടാറ്റാ, ബൈ ബൈ.